ഡൽഹിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ഇന്ത്യ മുന്നണി ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. രാംലീല മൈതാനിൽ നടക്കുന്ന സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, അതോടൊപ്പം തന്നെ സീതാറാം യെച്ചൂരി തുടങ്ങിയവരൊക്കെ പങ്കെടുക്കും. ഗൗതം അനന്തനാരായൺ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. രാവിലെ ഗൗതം, ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധമാണ് നടക്കാനിരിക്കുന്നത്. എത്രത്തോളം ഒരുമിച്ചിട്ടുണ്ട് ഈ അറസ്റ്റിന് ശേഷം എന്നാണ് അവർ മനസ്സിലാക്കുന്നത്? അനു, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഡൽഹിയിൽ വലിയൊരു സമ്മേളനം നടത്തിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് INDA മുന്നണിയുടെ ശ്രമം. ഇതിന്റെ ഭാഗമായാണ് രാംലീല മൈതാനിയിൽ റാലി നടക്കുന്നത്. കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം മറ്റ് പ്രതിപക്ഷ നേതാക്കൾ, തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ, അതായത് INDA മുന്നണിയിൽ നിന്നും അടുത്ത കാലത്ത് വിട്ടുപോയ പാർട്ടിയുടെ നേതാക്കൾ ഉൾപ്പെടെ ഇന്നത്തെ റാലിയിൽ പങ്കെടുക്കും എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഇടതുപക്ഷം ഈ മഹാരാഷ്ട്രയിൽ മുംബൈയിൽ നടന്ന INDA മുന്നണിയുടെ റാലിയിലോ അതല്ലെങ്കിൽ ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനത്തിലോ ഒന്നും ഇടതുപക്ഷം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ നടക്കുന്ന ഈ ഒരു പ്രതിഷേധത്തിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, അതോടൊപ്പം തന്നെ CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള D രാജ, ഇവരെല്ലാം ഇന്നത്തെ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ആം ആദ്മിയുടെ നേതാക്കളും, അവർക്ക് സംഘടനാ സംവിധാനമുള്ള ഒരു പ്രദേശമാണ് ഡൽഹി. അതിനാൽ ഭരണം കൂടിയുള്ള സ്ഥലമാണ്. അതിനാൽ അവരുടെ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു റാലി INDA മുന്നണിയുടെ പേരിൽ രാജ്യതലസ്ഥാനത്ത് ഇന്നിപ്പോൾ നടത്തുകയാണ്. മുന്നണി ശിഥിലമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. വിവിധ സംസ്ഥാനങ്ങളിൽ ഒറ്റക്കെട്ടായി മത്സരിക്കുമെന്നും അല്ലെങ്കിൽ 543 ലോക്സഭാ മണ്ഡലങ്ങളിലും പൊതു സ്ഥാനാർത്ഥി എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് കഴിഞ്ഞ വർഷം INDA മുന്നണി രൂപപ്പെടുന്നത്. പക്ഷേ ആ ഒരു മുന്നണിക്ക് നേതൃത്വം നൽകിയ നിതീഷ് കുമാറും അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഒക്കെ ഇന്ന് മുന്നണിക്ക് പുറത്തേക്ക് പോയി. ചുരുക്കം രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നുകൊണ്ടുള്ള ധാരണ മാത്രമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ രൂപപ്പെട്ടത്. അല്ലാതെ വിശാല സംസ്ഥാനങ്ങളിലൊന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് BJPക്കെതിരെ പൊതു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിഞ്ഞില്ല. ചില സ്ഥലങ്ങളിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ധാരണയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കി. അങ്ങനെ ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സഖ്യധാരണയായത്. അല്ലാതെ മുന്നണി രൂപീകരിച്ചപ്പോൾ പ്രഖ്യാപിച്ചതുപോലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും പൊതു സ്ഥാനാർത്ഥി എന്നത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നിതീഷ് കുമാറും മമതാ ബാനർജിയും ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഈ മുന്നണിയുടെ മുഖങ്ങളെല്ലാം ഇതിന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ അനു ചൂണ്ടിക്കാണിച്ചതുപോലെ കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ പേരിൽ അല്ലെങ്കിൽ EDക്കെതിരെ ഇപ്പോൾ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിക്കുകയാണ്. ഇതിനെയാണ് പ്രധാനമന്ത്രിയും അടുത്ത കാലത്ത് പലതവണ അദ്ദേഹം പരിഹസിച്ചത്. അതായത് പ്രതിപക്ഷ നേതാക്കൾ പലരും ബെയിലുള്ളവരാണ്, ജാമ്യത്തിലിറങ്ങി സ്വൈര്യവിഹാരം നടത്തുന്നവരാണ്. അതിനാൽ അങ്ങനെയുള്ള ആളുകൾ സ്വാഭാവികമായും അന്വേഷണ ഏജൻസികൾക്കെതിരെ ഒരുമിക്കും എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. ഇപ്പോൾ അത് ശരിവെക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഡൽഹിയിൽ കാണാൻ കഴിയുന്നത്. ഈ ഒരു കാര്യത്തിൽ മാത്രം, EDക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ മാത്രം INDA മുന്നണിയിൽ പിണക്കങ്ങളില്ല. മുഴുവൻ നേതാക്കളും ഇന്നിപ്പോൾ വേദിയിൽ ഒരുമിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അനു, ശരി ഗൗതം.